Hi guys, some of you guys would know me. ഇല്ലെങ്കിൽ I'm Ainsha. I'm a part-time baker and full-time student. ഞാൻ ഉണ്ടാക്കുന്ന കേക്ക്സിന്റെ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് and I'll tag that page here. 2 ദിവസം മുമ്പ് I posted a reel on Instagram and it got some views. അത് കണ്ടിട്ട് എൻ്റെ സം ഓഫ് മൈ ഫ്രണ്ട്സ് ടോൾ ദാറ്റ് എൻ്റെ വോയിസ് ഓവേഴ്സ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട് and I should post it consistently. That's when I thought I would start a channel here and this is my first video in YouTube. Actually എനിക്കൊരു യൂട്യൂബ് ചാനൽ മുൻപ് ഉണ്ടായിരുന്നു, കൊറോണ ടൈമിൽ ഒരു 6th പഠിക്കുന്നു. and it was like എൻ്റെ ഫേസ് വോയിസ് ഓവർ കൊടുക്കുമായിരുന്നു, എൻ്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് കൊറോണ കഴിഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ കുറേ ലൈക്ക് എൻ്റെ ആ ടോണും എൻ്റെ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ കളിയാക്കിയിട്ട് ഐ വാസ് ലൈക്ക് അപ്പോഴത്തെ ഞാൻ ആ ഫുൾ വീഡിയോ ആ യൂട്യൂബ് ചാനൽ മൊത്തം ഡിലീറ്റ് ആക്കി കളഞ്ഞു. ആ ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ലൈക്ക് ഒരു 500+ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഇപ്പോഴത്തെ ഇൻസ്റ്റാ പേജിലും ഒരു 500 ബിലോ ആണ് ഫോളോവർ കൗണ്ട് വരുന്നത്. അതിന്റെ കാരണം ഞാൻ കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അതിൽ പോസ്റ്റ് ചെയ്യാറില്ല, ലൈക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഒരെണ്ണം ചെയ്തു, ഇറ്റ് ഗോസ് എ ഗുഡ് വ്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്ന വർക്കിന്റെ ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്യുമ്പം ഇറ്റ് ലൈക്ക് ഒരു ഇന്ററാക്ഷൻ വരില്ലല്ലോ. അപ്പം ഐ തോട്ട് ഓഫ് ഡൂയിങ് സം മോർ പേഴ്സണൽ തിങ്സ്. ഐ ലവ് കുക്കിംഗ്. ആ ഒരു ചാനൽ തുടങ്ങുന്ന ടൈമിൽ കൊറോണ ആയിരുന്നു. ഈ യൂട്യൂബിലെ കുറെ വീഡിയോസ് ഒക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ആ ചാനൽ തുടങ്ങുന്നത്. അതുപോലെയൊക്കെ ആവണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. ഐ ലവ് കുക്കിംഗ്. ആ സമയത്ത് ഞാൻ കൂടുതലും കുക്കിങ്ങിനോടായിരുന്നു പാഷനേറ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് ആണ് ബേക്കിങ്ങിലോട്ട് കൂടുതൽ വന്നു തുടങ്ങിയത്. അപ്പോഴൊന്നും എനിക്ക് വലിയ സെയിൽസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം. ഓക്കെ, ആ ടൈമിൽ എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ആ ഫോട്ടോസൊക്കെ ഇപ്പം എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് ടു ബാഡ്. ബിഗിനർ ആയിരുന്നു. ഞാൻ 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് 10 മിനിറ്റ് മതി ഞാൻ ഒരു ഫുൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ, ഇനി ക്രം കോട്ട് കഴിഞ്ഞ കേക്ക്. അപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നത് ടു ഷെയർ സം ഡെയിലി വ്ലോഗ്സ് ആൻഡ് മൈ ബേക്കിംഗ് ജേർണി ആൻഡ് ഹൗ ഐ മാനേജ് മൈ സ്റ്റഡീസ്. എനിക്ക് പ്രത്യേകിച്ച് ബേക്കിംഗ് റൂമോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലെ ഡൈനിങ് റൂമിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ബേക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് എടുക്കാൻ കുറച്ച് മടിയിലേക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐസ്തെറ്റിക്. ഓക്കെ, പണ്ട് മുതലേ തന്നെ എനിക്ക് ഈ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത്. അപ്പം വലിയ റീച്ചോ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അത് എല്ലാം കളഞ്ഞതാണ്. ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ എനിക്ക് എന്റേതായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ചെറിയ വരുമാനം ആണ് ഈ ബേക്കിങ്. ബട്ട് ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ബേക്ക് ചെയ്യുന്നത്. ഐ ലവ് ബേക്കിംഗ് ആൻഡ് ഇറ്റ്സ് മൈ പാഷൻ. ആ പാഷനും പ്രൊഫഷനും തമ്മിൽ ഒരു ഇത് വരാൻ എനിക്ക് താല്പര്യമില്ല. ഐ ഡോണ്ട് നോ +2 കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പഠിക്കാൻ പോകുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും നേരം എൻ്റെ മകളുടെ സംസാരിച്ച് കേട്ടോണ്ടിരുന്നതിന്. ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.